എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അമ്മ മക്കളെ, എന്റെ മമ്മസ് ബയോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 4 മാർക്കിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളാം വേഗം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് സയന്റിസ്റ്റുകളുടെ പേരാണ്. ഇത് എന്തായാലും ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. അപ്പൊ ആദ്യത്തെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മത്തിയാസ് ജേക്കബ് ഷ്ലീഡർ ആണ്. അതായത് പ്ലാന്റ് സെല്ല് സസ്യകോശം കണ്ടുപിടിച്ചത് ആരാണ്? മത്തിയാസ് ജേക്കബ് ഷ്ലീഡർ ആണ്. 1838 ഇയർ എന്തായാലും പഠിച്ചു വെക്കുക. തിയോഡർ ഷ്വാൻ എന്ന് നിങ്ങൾ കാണും. അതായത് എല്ലാ ആനിമൽസും സെല്ല് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആനിമൽ സെൽ അല്ലെങ്കിൽ ജന്തുകോശം കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ തിയോഡർ ഷ്വാൻ ആണ്. 1839 ഒരു വർഷം തന്നെ അടുപ്പിച്ച് തന്നെയാണ്. മൂന്നാമത്തെ നോക്കിയാൽ റുഡോൾഫ് വിർഷോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒരു സെല്ല് ഉണ്ടാവുന്നത് ഓൾറെഡി ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ 2 സെല്ല് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ച ആളാണ് ആര്? നമ്മുടെ റുഡോൾഫ് വിർഷോ. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ലുണ്ട്, ആ മുൻപേ ഉള്ള കോശം ഡിവൈഡ് ചെയ്ത് പുതിയ 2 കോശം ഉണ്ടാവുന്നു. ഇങ്ങനെ പറഞ്ഞ് കണ്ടുപിടിച്ച ആളാണ് ആര്? റുഡോൾഫ് വിർഷോ. 1855 ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ഇത് എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സയന്റിസ്റ്റുകളും അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും വർഷവും ഉറപ്പിച്ച് പഠിച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും വരാം. ബൈ.